പാരാണ്ട് കണ്ടയച്ച് വന്നപ്പോൾ അവിടെ നിന്ന് ഒച്ച എടുത്ത് ചേട്ടാതെ അവിടെ ആന കൂടെ ഓടിപ്പോരെന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത്. അപ്പോഴവരറിയുന്നത്. അവരെന്നിട്ട് ഓടി വണ്ടിക്കകത്തേക്ക് കയറി. അപ്പൊ ഒരാൾ ഇതിൽ വന്നു, ഒരാൾ അതിൽ പോകും, ഒരാൾ അവിടെയും കണ്ടിറക്കി. ഇറങ്ങി വെച്ചതേ ഇങ്ങോട്ട് വന്നു അവന്മാര്. അതൊരു ഭയങ്കര വിറ്റാ. ഇവിടെ വന്നേച്ച് നിരത്തിയേച്ചാ പോയെ. മാങ്ങയൊക്കെ പറക്കി തിന്നു. ലക്ഷ്യം മാങ്ങയും ചക്കയും. ചക്ക ഉണ്ടായിരുന്നല്ലേ? ചക്ക ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 2 ചക്ക ഉണ്ടായിരുന്നു. ഇച്ചിരി ചീഞ്ഞ ഉണ്ടായിരുന്നു. അതാ അവൻ തൊട്ടില്ല. നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു വീട്ടില് ആ കൊച്ചെപ്പോഴും ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും പശുവിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കിട്ടുന്ന എന്തോ ഗുരുത്വം കൊണ്ട് എന്റെ ഭർത്താവേ പറയാൻ പറ്റില്ല. ആ പെൺകൊച്ചു മാത്രം കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടാൻ വരും. എന്തോ ഗുരുത്വം കൊണ്ട് വന്നില്ല. അഴിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ നിന്ന് ആരാളിന് വിളിച്ചു പറയണു, അയ്യോ ആന ഉണ്ടെന്ന് പറഞ്ഞു. കുറ്റി അയച്ചില്ല, അവിടെ തന്നെ വെച്ചു. അതൊരു ഭാഗ്യം കിട്ടി. ആന ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇതിലെ കൊച്ചു കന്നാലിനെ കണ്ട് പോണേ. ഈ വഴിക്ക് പോകണ്ടേ? ഇതിലെ പോട്ടെ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്തിലെ നമ്പിക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ്. 2 ദിവസം മുന്നേ ഈ ഒരു പ്രദേശത്ത് ഒരു 3 കാട്ടാന ഇറങ്ങി ഇവിടെ പല പറമ്പിൽ കൂടെ ഇറങ്ങി നിരവധി കൃഷികളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് ഒരു ദിവസം കുറേ അധികം സമയം പകൽ കുറേ സമയം ഈ ഒരു തോട്ടത്തിൽ കൂടെയൊക്കെ നടന്ന് അവസാനം ഒരു ഉച്ചയോടുകൂടി കാട് കയറ്റുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏതായാലും ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. വെട്ടാളെ ഒച്ച ഉണ്ടാക്കണ്ടാച്ചാ മിണ്ടായിരിക്കേ. ഒന്നിനെ കൊമ്പ് സഹായിക്കായിരുന്നു. വലിപ്പധികം ഒച്ച ഉണ്ടാക്കണ്ടാച്ചാ മിണ്ടായിരിക്കേ. ഒന്നിനെ കൊമ്പ് സഹായിക്കായിരുന്നു. വലിപ്പധികം നല്ല അതായി. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെയായിരുന്നു അന്നത്തെ ദിവസം ഈ ഒരു പ്രദേശത്ത് നടന്നത്. ഞാൻ ഏതായാലും ഉള്ളത് നമ്പിക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് കുഞ്ഞുമോൻ. ഇത് കഴിഞ്ഞ ദിവസം എത്ര മണിയായപ്പോഴാണ് സംഭവം? നമ്മള് കാണുന്നുണ്ട് ഒരു 5 മണിക്ക് മുമ്പ് അതിൽ ഇറങ്ങിയത്. ഇവിടെ തന്നെ ഇറങ്ങുന്നു. വെളുപ്പാങ്കാലത്ത് ഇറങ്ങി. വെളുപ്പാങ്കാലത്ത് ഇറങ്ങി. ഇറങ്ങിയല്ലേ? ഇത് നമ്മുടെ വീടല്ലേ.
എന്റെ വീടത് ചേട്ടൻ്റെ വീട്. 10 മീറ്റർ ദൂരമേ ഉള്ളൂ. അതെ അതെ ഇതിലിറങ്ങിയ ഡോഗ് ഉണ്ട് അവിടെ. ആ അപ്പൊ ഭയങ്കര കുറയായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വല്ല പന്നിയായിരിക്കും വിചാരിച്ചു. ആ അപ്പം ഞങ്ങൾക്കൊരു പശുവുണ്ട്. പശുവിനെ കുറക്കാൻ വേണ്ടി പുള്ളിക്കാരത്തി എണീറ്റപ്പോഴും പട്ടി കുറയ്ക്കുവോ. ഇതിലെ കിടന്നേച്ച് ഇവിടെ ഇറങ്ങി. ഇതിലിറങ്ങി അല്ലേ? ഇവിടെ ഇറങ്ങി. ഇതൊക്കെ ചവിട്ടുപാടല്ലേ? ഇത് കണ്ടില്ലേ? ഈ മാവിന്റെ ചോട്ടിൽ നല്ലോണം അവിടെ ആ മാവിന്റെ ചോട്ടിൽ മാങ്ങയൊക്കെ പറക്കി തിന്നേച്ചാ. പക്ഷെ നമ്മളത് അറിയുന്നില്ല. ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. നല്ല ഉറക്കമല്ല ആ ടൈമിന്, അറിയത്തില്ലല്ലോ. ഒരെണ്ണം ഇങ്ങോട്ട് മാറി ഇറങ്ങി. അപ്പൊ ഒരാൾ ഇതിലെ വന്നു, ഒരാൾ അതിലെ പോകും, ഒരാൾ അവിടെയും കണ്ടിറങ്ങി. ആ വണ്ടി വന്നില്ലേ, അതിന്റെ അപ്പുറം ഇറങ്ങി. അങ്ങനെ മൂന്ന് സ്ഥലത്ത് കൂടെ ഇറങ്ങി. ഇറങ്ങിയല്ലേ? ഇറങ്ങി വെച്ച് അവന്മാരിവിടെ ഇത് ഇറങ്ങിയെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞ എപ്പോഴാ? 7:30 വെളുപ്പിന് പിന്നെ കാണുന്നേ, അറിയുന്നില്ല. നേരെ ഈ താഴേക്കാ പോയെ പറമ്പിലേക്ക്? താഴേന്ന് പറയുമ്പോഴേ നമ്മുടെ ഒരു സ്ഥലമുണ്ട് ഇവിടെ. ഈ പാലം കയറി കഴിഞ്ഞ് ഇവിടെ ഈ പാലോ എന്തോ ഇവിടെ ഒരു പാലമുണ്ട്. അപ്പം പാലം കയറി കഴിഞ്ഞാൽ ഇതേപോലെ നല്ലൊരു സീനിയറുള്ള സ്ഥലമല്ലേ. അതെ അതെ അതെ. ആശാന്മാർ ഒരെണ്ണം ഇവിടെ ഇറങ്ങി വെച്ച് ഉണ്ടോ ആ കല്ല് കിടക്കുന്നുണ്ട്. അതാണ്ടോ കാൽപ്പാട്. അവിടെ ഒരെണ്ണം ഇറങ്ങി, ഒരെണ്ണം അപ്പുറം ഇറങ്ങി വെച്ച് ഇവിടെ ഇറങ്ങി. ഇതിലിറങ്ങിയ ഇവിടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങി വെച്ച് മാറി നേരെ ഇതിരി അങ്ങ് പോയി. ആ ഇല്ലീൻ്റെ അടുത്ത് കൂടെ അങ്ങ് പോയി. അങ്ങോട്ടൊന്ന് നമുക്ക് അത് ഇല്ലീൻ്റെ അടുത്ത് കൂടെ പോയിട്ട് അക്കരെ കയറിയിട്ട് അമ്മ ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ഈ കണ്ടത്തിൽ കൂടെ പോയല്ലേ? അതാ ചവിട്ടുപാടുണ്ട്. ഈ വൈക്കോലായതാണ് ഇവിടേക്കുന്ന ഇതിനകത്തൊരു ചവിട്ടുപാടുണ്ടായിരുന്നു. നല്ലൊരു ചവിട്ടുപാട് ഇവിടെ ഇതിന് വരമ്പേലും ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങ് പോയിട്ട് അക്കരെ ഇവിടെ അങ്ങ് ഇറങ്ങാൻ പറ്റിയല്ല. ഇവിടെ ഇറങ്ങാൻ പറ്റിയല്ല, കാരണം ഇവിടേക്ക് തിണ്ട. അവിടെ ഒരു ചെറിയൊരു തോട വല്ലതും ഉണ്ടോ? ഇത് പുഴയാ. പുഴയല്ലേ? പുഴയാ, നൂൽപ്പുഴയാ. നമ്മുടെ അല്ല, നമ്മൾ നമ്പിക്കൊല്ലി ഇത് വരുന്നില്ലേ, ആ പുഴയാ അത്. നൂൽപ്പുഴയിലേക്ക് ഇത് ചെല്ലും. നമ്മുടെ നൂൽപ്പുഴയിൽ നിന്ന് വരുന്ന തോട്ടിലേക്ക് ഇതങ്ങ് ചെന്ന് ചേരും കാട്ടില്. ഈ തോടിന് അങ്ങനെ എന്തെങ്കിലും പേരുണ്ടോ? ഇത് നമ്പിക്കല്ലി പുഴ. നമ്പിക്കല്ലി പുഴയാ ഇതിന് പേര്. അങ്ങനെ തന്നെയാണ്. ഈ മെയിൻ റോഡ് ഇപ്പൊ നമ്മൾ കണ്ട റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പിക്കൊല്ലിന്ന് കല്ലൂർക്ക് പോകുന്ന റോഡ് അല്ലേ? കല്ലൂര്, നമ്പിക്കൊല്ലി ടു കല്ലൂർ റോഡ്. കാരണം ഇത് നമ്പിക്കൊല്ലി 1 കിലോമീറ്റർ അല്ലേ ഇങ്ങോട്ട്? ഇത് കൃത്യം 1 കിലോമീറ്റർ നമുക്ക് ഇവിടം വരെ. 1,200 വരും. അവര് അവിടെ ഇറങ്ങിയിട്ട് അവര് ഇവിടെ നിന്നു. ഇല്ലിച്ചോട്ടില് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ആ ഇല്ലിച്ചോട്ടിലാണ് നിന്നേ. ഈ ഇല്ലിച്ചോട്ടിൽ ഇരിക്കുമ്പോൾ ഈ ഇല്ലിച്ചോട്ടിനവിടെ രണ്ടാളിവിടെ പുല്ല് എത്തിക്കൊണ്ടിരിക്കുക വെളുപ്പിന്. അപ്പം ആരാണ്ട് കണ്ടയച്ച് വന്നപ്പോൾ അവിടെ നിന്ന് ഒച്ച എടുത്ത് ചേട്ടാതെ അവിടെ ആന കൂടെ ഓടിപ്പോരെന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത്. അപ്പോഴാണ് അവരറിയുന്നത്. അവരീ പഴൂരുള്ളവരാ, ഇത് ലീസിനെടുത്തിട്ട് ചെയ്യുന്ന. അവരെന്നിട്ട് ഓടി വണ്ടിക്കകത്തേക്ക് കയറി. അപ്പോഴത്തേക്ക് ആൾക്കാർ വന്നു. ഇവന്മാർ മുഴുവൻ താഴോട്ടിറങ്ങി. പിന്നെ കുറേ താഴെ അങ്ങ് പോയിച്ച് പിന്നെ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ടാണ് ഇവിടെ ജഗം കൊണ്ടൊക്കെ എൻ്റെ പറമ്പ് മുഴുവൻ ഇതിനകത്ത് തെങ്ങൊക്കെ കളഞ്ഞു. പിന്നെ കാണാൻ പറ്റുമോ? പറമ്പ് ഇതിന്റെ അപ്പുറത്തോട്ടുണ്ട് ഇത്. ഇതിനകത്തായിരുന്നു അവന്മാർ പണി. ഈ പശുക്കളൊക്കെയാണ് അന്ന് ഓടിക്കുന്നുണ്ടേ? എന്തോ? ഈ പശുക്കളൊക്കെയാണ് അന്ന് ഓടിക്കുന്നുണ്ടേ? എൻ്റെ പശു ഇവിടെ ഉണ്ടായിരുന്നു അന്നേരം. ആൾക്കാർ ഓടണം കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഓടി കുറ്റിയൊക്കെ പറിച്ച് കുറ്റി ഞാൻ പിന്നെ മെല്ലെ കെട്ടിയിട്ടുള്ളൂ. ഈ പശു ഓടിച്ച സ്ഥലത്ത് എവിടെയാ? അതോ ഈ കാണുന്ന മൈതാനത്ത്, ആ വയലിൽ പാടത്ത്. ആ വയലല്ലേ? ആ പാടം. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു. ആ വീടിന്റെ വാർക്ക കാണുന്നില്ലേ, അതിന്റെ പുറകെ കൂടെ ഇങ്ങോട്ട് കടന്നേച്ചാ, അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നേച്ചാണ് ജാറിങ് കാണുന്നില്ലേ, അതിന്റെ തൊട്ട് താഴെ പശു ഉണ്ടായിരുന്നേ. അവിടുന്ന് ഒരു വരവ് വന്നു വെച്ചാൽ പശുവിനും കുടിച്ചേ. ഈ പശു തന്നെയാന്ന് തോന്നുന്നു. ഇതല്ല നമ്മുടെ പശു അല്ല. അത് അന്നേരം ഇവിടെ 2-3 പശുക്കൾ അപ്പുറം ഉണ്ട്, വേറെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഷെഡിന്റെ അവിടെ പശുക്കളൊന്നും കുത്തിയൊന്നുമില്ലല്ലോ? പശുക്കൊന്നും പറ്റിയില്ല? ഇല്ല, ഒന്നും പറ്റിയില്ല. അപ്പോഴത്തേക്കും പശു മാറിപ്പോയി. പശുവൊക്കെ എന്തോ ഗുരുത്വം കൊണ്ട് ആ മൂച്ചിരിങ്ങി വന്നു. എന്നാ എമണ്ടൻ ജാതി വരവാ. 3 എല്ലാം ഒരേപോലെ അല്ലേ? 3 ഒരേപോലെ എന്ന് പറഞ്ഞാൽ ആ ഒരെണ്ണത്തിന് എന്തോ ഒരു ചെറിയൊരു കാലിലെന്തോ ഒരു ചെറിയൊരു വിഷയം ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേതിന് 2നും കുഴപ്പമൊന്നുമില്ല. അത് പോയത് പോട്ടെ.
അത് അതിൽ കയറിയിട്ട് രണ്ടെണ്ണം നേരെ പോയി. ഒരെണ്ണം തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ വീടിന്റെ പുറകിൽ കൂടെ വരുന്നത്. ഈ വീടിന്റെ പുറകിൽ കൂടെയാണ് വരുന്നത്. പിന്നെ എല്ലാവരും കൂടെ പിന്നെ ജനങ്ങൾ സഹകരിച്ചു. ജനങ്ങളുടെ ഭയങ്കര സഹകരണം ഉണ്ടായിരുന്നു. കാരണം ഒച്ചപ്പാടും ബഹളത്തിനൊന്നും ആരും നിന്നില്ല. പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഫോറസ്റ്റിന്റെ അവിടെ ഫെൻസിങ്ങോ സാധനങ്ങളൊന്നും ഇല്ലേ? ഫെൻസിങ് ഇവിടെ ഒന്നുമില്ല. ഇത് പണ്ട് ഉണ്ടായിരുന്നത്, അതായത് ഇവിടെ നമുക്ക് ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു വിഷയമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തൊടുവെട്ട്, അതായത് നമ്മൾ നൂൽപ്പുഴ പോകുന്ന റോഡും ഇതുമായിട്ട് ഇങ്ങനെ ഒരു കോണായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഇങ്ങനെ പഴുവൂർ ഭാഗം വരെ. അപ്പൊ ഒരു കോണായിട്ട് കിടക്കുന്ന ഒരു ഫോറസ്റ്റാണ്. ഇതിന്റെ അപ്പുറേ കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങത്തെ വരെ വയലാ. ഈ വയൽ ഇങ്ങനെ പോയി റൗണ്ട് ചുറ്റിയിട്ട് ഈ നൂൽപ്പുഴ റോഡിലേക്ക് വയൽ തന്നെയാ. അപ്പുറയും ഫോറസ്റ്റ് ഇപ്പുറയും ഫോറസ്റ്റ് ഉണ്ട്. അവിടെയും ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ ആദിവാസികൾ കുറുമര് ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് പെട്ടെന്ന് കയറാത്തത്. അവരുള്ളത് കൊണ്ട്. ഇവിടെ ഇങ്ങനെ ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ടോ? വല്ലപ്പുഴ വരലുള്ളൂ. എൻ്റെ പറമ്പ് മുകളിലുണ്ട്. അവിടെ ഒന്നുമില്ല, ഒരു സാധനമില്ല. കവുങ്ങൊക്കെ വളഞ്ഞു. കവുങ്ങും തെങ്ങ് എല്ലാം തീർന്നു. ആ തെങ്ങ് കാണുന്നില്ലേ? ഇത് മുകളിലൊരു തെങ്ങ് കാണുന്നില്ല. ആ തെങ്ങ് നിൽക്കുന്നത് എൻ്റെ സ്ഥലമാണ്. അവിടെയൊക്കെ വരുമോ? അവിടെ ഇവിടെ ഇതിലല്ലേ ഇറങ്ങി, അതിലേക്ക് വന്നു പോയി. ഇവിടെ ഇറമ്പ് വരെ വരുമായിരുന്നു. യാദൃശ്ചികമായിട്ട് അവന്മാർ ഇങ്ങോട്ട് ഇറങ്ങിയത്. വയലിലേക്ക് അങ്ങനെ ഇറങ്ങലില്ലായിരുന്നു. അത് പോയിട്ട് ഇതിപ്പോൾ അപ്പുറേക്കാര ഈ വീടിൻ്റെ ഒക്കെ മിക്ക സ്ഥലങ്ങളിലും അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് മാത്രം ഇച്ചിരി കുറവുണ്ടായിരുന്നു. ഈ കുന്നിൻ്റെ മുകളിൽ വരും. ഈ തോട്ടിൽ ആയിരിക്കുമല്ലേ ഇത് ഇറങ്ങിയത്? ഇതേപോലെ അധികം ഈ ഇല്ലില്ലേ, ആ ഇല്ലിൻ്റെ അവിടെ ഇറങ്ങിയത്. ഇറങ്ങി വെച്ചിട്ട് ഈ പറമ്പിൽ ഇറങ്ങി വെച്ചത് ഇങ്ങോട്ട് വന്നു അവന്മാര്. അതൊരു ഭയങ്കര വിറ്റാ. അവന്മാര് ഇവിടെ വന്നേച്ച് നിരത്തി വെച്ചാ പോയെ. മാങ്ങയൊക്കെ പറക്കി തിന്നു. മാങ്ങയായിരുന്നോ ലക്ഷ്യം? മാങ്ങയും ചക്കയും. ചക്ക ഉണ്ടായിരുന്നല്ലേ? ചക്ക ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 2 ചക്ക ഉണ്ടായിരുന്നു. ഇച്ചിരി ചീഞ്ഞ ഉണ്ടായിരുന്നു. അതാ അവൻ തൊട്ടില്ല. ഇതില് അവന്മാര് ഇറങ്ങിയതാ. പോയതല്ലേ? ഉണ്ടോ അവന്മാര് വന്ന ചാല. അതിൽ പോയി അവിടെ ഒരു മാവുണ്ട്. ആ മാവിൻ്റെ ചോട്ടിൽ കൂടെ ഒക്കെ അതിലെ കൂടെ വിരകി അവിടെയൊക്കെ ചവിട്ട് നല്ല ഇടപാട് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നേച്ച് അവന്മാർ പിന്നെ ഇവിടെ ഈ തെങ്ങ് ഇവിടെ വന്നപ്പോൾ ഈ ഇതിനകത്തൊരു ചക്ക ഉണ്ടായിരുന്നു. ഇതിലെ വഴിയില്ലേ? വഴി കാണാം. അത് അവന്മാര് ആ മാവിൻ്റെ ചോട്ടില് അല്ല ഇങ്ങനെ പോവാം. ഇങ്ങനെ പോവാം. കാണിച്ചു തരാം. അവന്മാര് ചാട്ട് ഇവിടെ അവന്മാര്. ഞാൻ പിന്നെ വന്ന് നോക്കി അവന്മാര് ഏതിലെ പോയെന്നറിയത്തില്ലല്ലോ. അപ്പൊ ഇവിടം വരെ വന്ന് വെച്ച് അവന്മാര് തിരിച്ചിങ്ങനെ വന്നു. ഞാൻ ചുമ്മാ ഒരു ഏറുമാടം ഉണ്ടാക്കി വെച്ചാ വെറുതെ. അല്ല വെറുതെ ഒരു രസത്തിന്. വെള്ളം പൊങ്ങൂലേ? ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. അത് കഴിഞ്ഞ പ്രാവശ്യം കയറിയായിരുന്നു. എന്താ അതവിടെ ഇതിനെ വന്നവന്മാര് ഇതിന് ചോട്ടിക്കൂടെ കുറയ്ക്കി അങ്ങോട്ട് കടന്നില്ല. അതാണ് ചവിട്ടി വെച്ചേക്കുന്നത്. അതാ ഇവിടെ മുഴുവൻ ഇതിന് മുഴുവൻ ചവിട്ടായിരുന്നു. ഇതിന് മുഴുവൻ വന്നതാ. ഇതൊക്കെ അവന്മാർ ചവിട്ടിയോ? ഉണ്ടോ ഈ ഇത് കണ്ടില്ലേ? ഇതൊക്കെ അവന്മാരുടെ പണിയാ. അത് ഈ മൂന്നുള്ളത് കൊണ്ടേ കണ്ടത്തിലുണ്ട്. അല്ല അത് വേറെയാ. അത് ഈ പിള്ളേര് ഈ പിന്നെ ചൂണ്ടലിടാൻ വേണ്ടിയിട്ട് ഞാഞ്ഞൂല് പിടിക്കുന്ന. മാവൊന്നും പിടിച്ചില്ല? മാവേലൊന്നും ഇട്ടില്ല. പക്ഷെ ഇവർക്ക് ചോട്ടിലുള്ളതാണല്ലോ. കുറെ ഉണ്ടായിരുന്നു. പറക്കിക്കൊണ്ട് പോയി. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഇഷ്ടംപോലെ മാവുണ്ടല്ലോ. ഇത് എൻ്റെ ഒരു മാന്തോട്ട. ആർക്ക് വേണമെങ്കിലും ഇപ്പൊ വരുവാണെങ്കിലും കൊണ്ടുപോകാം. ഇഷ്ടംപോലെ നല്ല വെറൈറ്റി മാമ്പഴമുണ്ട്. ഫ്രീ ആയിട്ട് കൊടുക്കും. പറിച്ചോണ്ട് പോവാം. വിൽക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മള് നാടൻ പ്രദേശത്തുകാരല്ലേ. നമുക്ക് വിറ്റിട്ടൊന്നും വേണ്ട. ആർക്കെങ്കിലും ഞാൻ ഇവിടുന്ന് പറിച്ചോണ്ട് പോയിട്ട് അവിടെ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ കുറെ കവറിലൊക്കെ ആക്കി പലർക്കും കൊടുക്കും. ആർക്കെങ്കിലും കൊടുക്കും. കിട്ടുന്നവന്. ചിലവർ ആയിരിക്കും കാശ് വേണമെന്ന് ചോദിക്കും. കാശ് വേണ്ട, ഒന്നും വേണ്ട, വെറുതെ പറക്കി കൊടുക്കും.
നമുക്കൊരു ഹോബി വേണ്ടേ? അതെ അതെ അതെ. അപ്പം മാങ്ങയാണെങ്കിലും പണ്ട് ചക്കയാണെങ്കിലും മുതലേ കൃഷിയായിരുന്നോ? പണ്ട് മുതലേ കൃഷിയായിരുന്നോ? അതെ. കൃഷിക്കാരനാ, അല്ലേ? കൃഷിക്കാരനാ. ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ ഓരോ വെറൈറ്റി മാവുകളാണ് കേട്ടോ. ആ എല്ലാം വ്യത്യാസമുണ്ട്. അത് വ്യത്യാസമുണ്ട്, അത് വ്യത്യാസമുണ്ട്, ഇത് വ്യത്യാസമുണ്ട്, ഈ നിൽക്കുന്ന വ്യത്യാസമുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോന്ന് രുചിച്ച് നോക്കിയാലേ അറിയുള്ളൂ. ഒഴിവ് കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പണി. ഇനിയിപ്പോൾ മക്കളൊക്കെ ഇതൊക്കെ വേറെ ആളുടെ കേട്ടോ, ഇത് അത് മാത്രമേ ഉള്ളൂ. അതങ്ങനെ വന്ന് അമാർ ഇതിനകത്ത് പിന്നെ ചക്ക കിട്ടിയില്ല, അത് നോക്കിയില്ല. അതിൽ നിന്ന് ഒരെണ്ണം അത് ആ കറുത്ത കിടക്കുന്ന അവിടെ ഇട്ടു പോയി. വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പറിച്ചു. ചക്ക കണ്ടപ്പോഴത്തേക്ക് നേരം വെളുത്തു പോയി. പിന്നെ നേരം വെളുത്ത് 7-7:30 ആയിട്ടേ പോകുന്നില്ല. നീ ഇവിടെ നിൽക്കാറുന്നല്ലേ? പോകുന്നില്ല. ആശാന്മാർ ഇറങ്ങിയാലും രാവിലെ ആകുമ്പോൾ പോകണ്ടേ അല്ലേ? പോകുന്നില്ല. ഇവർക്ക് വഴി തെറ്റിപ്പോയി. അതെ അതെ. വഴി ഇവര് വിചാരിച്ചു ഏതായാലും വന്നല്ലേ രാത്രി. ഇത് ഈ തെങ്ങും തൈ ഉണ്ടോ, അതൊന്ന് ഓടിച്ചു. ഇതങ്ങനെ അത് ഓടിച്ചു, ഇത് ഓടിച്ചു. ഇവിടെയാ ഇതിനകത്തൊരു ചക്ക ഉണ്ടായിരുന്നത്. ഈ തെങ്ങ് കളഞ്ഞല്ലേ? ഇതും കളഞ്ഞു. എന്തിനു കളഞ്ഞോ? അതിന്റെ എന്ത്? അവർക്ക് അങ്ങനെ വലിയ വിഷയമുണ്ട്. ഇതിപ്പോ ആനയ്ക്ക് ഇത് വലിയ തെങ്ങാണെങ്കിൽ അതിന്റെ കൂമ്പെങ്കിലും ഇന്ന ഒന്നും ഇല്ലല്ലോ. അതിന്റെ ഒന്നും കിട്ടിയിട്ടില്ല. ഒടിച്ചങ്ങ് ഇട്ടേച്ച് പോയി. തിന്നിട്ടൊന്നുമില്ല. തെങ്ങ് കണ്ടാ ഓടിക്കണം എന്നല്ലേ? ഇതാണ് അവ കണ്ടില്ലേ നമ്മുടെ മാവും തോട്ടം. അല്ലേ? മാവ് തന്നെ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്നാലും വന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുപോവാം. ഇപ്പോൾ വരുന്നവർക്ക് മുഴുവൻ കയറി പറിച്ചു കൊണ്ടുപോവാം. നമുക്ക് കൊല്ലിലോട്ട് വന്നാൽ നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടൻ നേരെ മതി. പാല് കയറിയിട്ട് എന്നെ നോക്കുക വേണ്ട, വരുവാ പറിക്കുക പോവുക. ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരാ. ഞങ്ങൾ അങ്ങനത്തെ ഇവിടെ ഒരു വിഷയമല്ല. പിന്നെ കുറേയൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് പോയി. ഇന്നലെ നാളെ 2 ദിവസമായിട്ട് ആ വെയിലുണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ നിറച്ച് വാങ്ങിണ്ടായിരുന്ന കുറേയൊക്കെ ആൾക്കാർ കൊണ്ടുപോയി. കുറേയൊക്കെ ആൾക്കാർ കൊണ്ടുപോയി. നമുക്കിപ്പോൾ ഇതൊക്കെ ഒരു കേട്ടോ, ഇതൊക്കെ ഒരു നാട്ടുമാവാ. തിന്നാലും നമുക്ക് എന്താ പറയുക, നടക്കൂലല്ലേ? അതിൻ്റെ രുചി എന്ന് പറയുന്നത് അണ്ടിക്ക് വലിപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വെറൈറ്റിയാ സാധനം. നാട്ടുമാവല്ലേ? ഒക്കെ നാട്ടുമാവോ, മൂവാണ്ടൻ കോട്ടമാവ് മുതൽ എന്തെല്ലാം ഐറ്റം ഉണ്ടെന്നറിയോ. ഇതൊക്കെ ഒരു കാലത്ത് നമുക്കൊരു രസമാണ് ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാനും തിന്നാനും ഒക്കെ. ഇപ്പം തിന്നാൻ പറ്റൂല. ഒട്ടും കിട്ടുമില്ലല്ലേ? നട്ടുപിടിപ്പിച്ചാൽ ഒന്നോട്ടും കിട്ടുമില്ല. മാങ്ങ കിട്ടും. പിന്നെ ഇത് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് മാത്രമല്ലോ. നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിപ്പോൾ വെക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ 1-2 മാവ് പോരെ. നമുക്ക് അങ്ങനെയൊന്നുമില്ല. വരുന്നവർ കൊടുക്കും. ആർക്കും വേണമെങ്കിലും കൊണ്ടുപോകാം. ഇഷ്ടം പോലെ പറിക്കാം. മൃഗങ്ങളൊക്കെ തിന്നട്ടല്ലേ? പിന്നെ എന്തോരം പക്ഷികളുടെ കളിയാ. എൻ്റെ വീടിന് ചുറ്റും പക്ഷികളുടെ കളിയാ. എൻ്റെ വീടിന് ചുറ്റും മാവാ. ഞാൻ ആ സാധനം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പക്ഷികൾ ആ പരിസരത്ത് നിന്ന് പോവില്ല. പിന്നെ അതിനിടയ്ക്ക് വാവലിനെ മാത്രം ഞാൻ ബെറി വെക്കും. ഈ കവണയില്ലേ, കവണ കൊണ്ട് ബെറി വെച്ച് ഓടിക്കും. ചേട്ടന്റെ പറമ്പിലും വന്നോ? ചേട്ടന്റെ പറമ്പിലും വന്നില്ല. ഇവരുടെ വീടിന്റെ മുന്നിൽ കൂടെ അങ്ങ് കൊച്ചിന്റെ വീടിന്റെ മുറ്റത്ത് കൂടെ വന്നേച്ച് തിരിച്ചു വരണം. അതൊക്കെ ഭയങ്കര കണ്ടോ? ആണോ? എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഒരെണ്ണത്തിന് കണ്ടോ? എടി അത് 2 അതേ കയറി പോയില്ലേ? ഒന്ന് കൊച്ചിന്റെ മുറ്റത്ത് കൂടെ പോയേ. അപ്പൊ അതൊരു ഭയങ്കര വിറ്റ് എന്താ പറയാ. അങ്ങനെ നമ്മുടെ ജീവിതത്തില് ഇവിടെ അപ്പിയിട്ടുണ്ട്. അപ്പിയിട്ടു. ഇവിടെ പൊടിയാക്കി. അവന്മാർ ഇവിടെ കിടന്ന് നല്ല കളി കളിച്ചു. ഇവിടെയായിരുന്നു അവന്മാര് നേരം വെളുത്തിട്ടേ. നമ്മളിത് കാണുന്നില്ലല്ലോ. ഒരു ഗുരുത്തം കിട്ടി. നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു വീട്ടിൽ ആ കൊച്ചെപ്പോഴും ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും പശുവിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ 2 കന്നാലിയുണ്ട് ഇവിടെ കൊണ്ടുവന്ന് കിട്ടുന്ന എന്തോ ഗുരുത്വം കൊണ്ട്. എന്റെ ഭർത്താവ് പറയാൻ പറ്റില്ല. അറിയത്തില്ലല്ലോ. ആ കൊച്ച ഇതിന് രാവിലെ ആരും ഇല്ല. 2 ആ പെൺകൊച്ചു മാത്രം കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് കെട്ടാൻ വരും. എന്തോ ഗുരുത്വം കൊണ്ട് വന്നില്ല. അഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് ആരാളിന് വിളിച്ചു പറയണു, അയ്യോ ആന ഉണ്ടെന്ന് പറഞ്ഞു. കുറ്റി അഴിച്ചില്ല, അവിടെ തന്നെ വെച്ചു.
അതൊരു ഭാഗ്യം കിട്ടി. പിന്നെ ആന ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ നിൽക്കുവായിരുന്നല്ലേ? ഇവിടെ പഠിച്ചല്ലേ? ഇതിലെ കൊച്ചു കന്നാലിനെ കൊണ്ട് പോണേ. ഓ, ഈ വഴിക്ക് പോകണ്ടയാ? ഇതിലെ പോട്ടെ, ഈ വഴിക്കാ കൊച്ചു കന്നാലിനെ കൊണ്ട് പോണേ. ഈ വഴി കേട്ടല്ലേ? അതെ. അവിടെയാണ് ആന ഇവിടെ അന്നേരം ഈ ഇല്ലി ചുവട്ടിലും കൊണ്ട് ഈ 3 കൂടെ. ഭാഗ്യല്ലേ? എന്തോ ഭയങ്കര ഭാഗ്യം കേട്ടോ, അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാ. എന്നിട്ട് പിന്നെ ഓടിയത് അങ്ങോട്ടാ? പിന്നെ താഴോട്ട് പോയി. പിന്നെ ഈ റോഡിന്റെ ഈ തോടിന്റെ പക്കം നോക്കി അങ്ങ് പോയി. ഓഹോ, നേരെ പോയി. ഇതിലൊക്കെ കിടന്നിട്ടുണ്ട് ഇവന്മാര്. കളി ചില്ലറ കളിയല്ല, ഇതിലെ കിടന്ന് കളിച്ച 2-3 മണിക്കൂർ കളിച്ചോന്നേ. 1 കിലോമീറ്റർ താഴെ പോയിട്ടില്ലേ? ഇവിടെയൊക്കെ ചവിട്ടിട്ടുണ്ട്. അതിന് ഇങ്ങനെ പോയിട്ട് ഈ പറമ്പിൽ കൂടെ പോയി നേരെ താഴെ പോയി. പോയിട്ട് താഴെ പോയിട്ട് അവര് റിട്ടേൺ വന്നു. ഇവർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, ആനയ്ക്ക് പോയ വഴി അറിയാലേ, ഏത് വഴി ഇറങ്ങിയാണോ ആ വഴിക്ക് തിരിച്ചു കയറുള്ളൂ. അപ്പൊ അന്ന് ഇവര് പറ്റിച്ചെന്നാന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവര് തറഞ്ഞോടി ഓടി ഇക്കരയ്ക്ക് ഇവിടെ വന്നു. അപ്പൊ ആന അന്നേരം ഇവിടെ നിൽപ്പുണ്ട്. അവര് വരാതിരുന്നായിരുന്നെങ്കിൽ ആന ഇതിൽ തിരിച്ചാണ് കയറിയാല്. ഇവിടെ ആളെ കണ്ടതോടുകൂടി ആനന്ദം ഓടി പിന്നെ താഴോട്ട് പോയി. താഴോട്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരൊക്കെ വന്ന് അവിടെ പടക്കം പൊട്ടിച്ച് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചപ്പോ ഓടി ഇതിൽ വന്നു. ഇതിലൊക്കെ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ചവിട്ട് പോയ വഴി പാടൊക്കെ കാണുക. അതിന് ഒത്തിരി താഴോട്ട് പോയായിരുന്നു. ഒത്തിരി താഴോട്ട് പോയി ഒരു 500 മീറ്ററോളം താഴോട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരലും. ഇവിടെയൊക്കെ കുറെ നേരം ഈ സ്ഥലം കാണണോ? അതല്ലേ, ഇവിടെയൊക്കെ കുറെ നേരം ഇത് കേട്ടോ, ഇത് ചവിട്ടിയല്ലേ? അതാ അറിയാ. ഈ സ്ഥലം നമ്മുടെ നേരെ തിരുന്നില്ല കേട്ടോ. അല്ല ചേട്ടാ, ഇതൊക്കെ ചവിട്ടിയതാ. അല്ല, ഇതിൽ തന്നെ ഇത് തന്നെ പോയത്. ഇതിൽ തന്നെ പോയത്. ഇവിടെ ആന നിൽക്കണ്ട്, അതിൽ പുല്ല് മുറിക്കുന്നു. ഓ, അങ്ങനെ അവിടെ പുല്ല് മുറിച്ച് അവിടെ കണ്ടത്. അവിടെ പുല്ല് മുറിക്കും. അവരും കണ്ടല്ല, പുല്ല് മുറിക്കുന്നവര് ഭയങ്കര വിറ്റായി പോയിരുന്നവര്. എന്നിട്ട് ശരിക്കും ആരാ കണ്ട? ഇത് ആദ്യം കണ്ട ആരാ? ആദ്യം കിടന്ന ബിജു ആണെന്ന് തോന്നുന്നല്ലേ? അവരവിടുന്ന് ആ വീട്ടിൽ നിന്ന് അങ്ങ് ദൂരെ. നമുക്ക് ഇത് അറിയുന്നില്ല. ഓ, ആ വീട്ടിൽ നിന്ന് അവരെ കണ്ടല്ലേ? അവരാണ് കണ്ടത്. അവര് കണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ ഉള്ളവരാണ് അറിയുന്നല്ലേ. ഇത് വെളുപ്പിനിങ്ങ് കടന്നു പോകുന്നില്ല, നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളായിരുന്നു. കാരണം ഈ പട്ടി പറിച്ചപ്പോ നമ്മളൊന്നും എണീറ്റ് നോക്കുന്നില്ല. ആ സമയത്ത് ഈ വല്ല പന്നിയായിരിക്കും എന്നല്ലേ, എപ്പോഴും പട്ടി പറിക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നിന്നു. രാജന്റെ കടയിൽ ചായ കുടിക്കാൻ വന്നവരാണ് കണ്ടത്. 7:30 ഇവരെ കാണുമ്പോ. എത്ര മണിയായപ്പോഴാ എന്നെ കയറ്റി വിട്ടെ? 10:30 കഴിഞ്ഞല്ലേ? ഞാൻ കയറ്റിയത് പിന്നെ പൂരുന്നില്ല. പിന്നെ ഇച്ചിരി താഴോട്ട് പോയി കഴിഞ്ഞ് പിന്നെ ഫോറസ്റ്റുകാർ വന്നു. അവര് വന്നു പിന്നെ താഴേന്ന് പടക്കം പൊട്ടിച്ച് ഇങ്ങോട്ട് ഓടിച്ചു. അപ്പൊ അവരിവിടെ ഇറങ്ങുമെന്നാ വിചാരിച്ചത്. ഇവിടെ ഇറങ്ങിയില്ല അവന്മാര്, അപ്പുറത്തോട്ട് പോയി. എന്നിട്ട് ആ മൂലയ്ക്ക് പോയി ഇറങ്ങി. എന്നിട്ട് അവര് തിരിച്ച് റിട്ടേൺ വന്നു. ഈ വഴിക്ക് പോവാൻ വേണ്ടിയിട്ടാ വന്നത്. പക്ഷെ ജനങ്ങൾ നിന്ന കാരണം അവിടെ അങ്ങ് കയറി ഒരു 2 നേരം മുന്നോട്ട് പോയി. ഒരെണ്ണം അതേ ഇറങ്ങിയ വഴിക്കാണ് തിരിച്ചു പോയി. ഒരെണ്ണം വന്ന വഴി തന്നെ തിരിച്ചു പോയി. ബാക്കി 2 തിരിച്ചു പോയി. അതില് പോയി. അല്ല, അതില് പോയിട്ട് വീണ്ടും പോയത് നമ്മുടെ പറമ്പിൽ കൂടെയാ. ഇവിടെ വന്നിട്ടാണെങ്കിലും നമ്മുടെ പറമ്പിൽ കൂടെ പോയത്. ശിവരാജിന്റെ പറമ്പിലൊക്കെ ചവിട്ടി അരപ്പാക്കി ഇട്ടിട്ടുണ്ട്. അവിടെ മറ്റേ 2 തെക്കും ഇങ്ങനെ പോവാമോ? അതെ, അപ്പുറത്തോട്ട് പോകണം. അപ്പുറത്ത് കൊണ്ട് പോവാം. ആന പോയ വഴിക്കൊന്നും നമുക്ക് ഇറങ്ങി അതല്ല, നമുക്ക് നേരെ തിരുന്നില്ല കേട്ടോ. ആ കാണുന്നേ നമ്മുടെ ബത്തേരി തിരുന്നില്ലേ? ഇവിടെ അല്ലേ? പിന്നെ ഇതാ കാണുന്ന സ്ഥലം, ഇതാ ഇവിടുന്ന് അറിയുന്ന കാണാം. ഞങ്ങൾ പഴയൊരു കാഴ്ച ഉണ്ടായിരുന്നു, ഭയങ്കര രസമുള്ള സ്ഥലമായിരുന്നു. പക്ഷെ കുറെ തുരുത്തൊക്കെ വന്നതുകൊണ്ട് ആ തിരുനെല്ലിക്കൂടെ ബസ് പോകുന്നൊക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാമായിരുന്നു. പിന്നെ ഇതിന് മൂലം ശരിക്ക് നേരെ ഇങ്ങനെ പോയാൽ തിരുനെല്ലിയ. 65 വർഷമായി നമ്മളിവിടെ തന്നെ ജീവിക്കുക, ഇവിടെ തന്നെ പറ്റുണ്ടായ. ഇങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ടാ കാട്ടാനേനെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ യൂട്യൂബിലും അതിലും ഇതിലും ഈ TV യിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുക എന്ന് പറയുന്നത്
അതുകൊണ്ട് പണ്ട് ഒരു 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇത്ര കാടിന്റെ അടുത്ത് കിടന്നിട്ടും ഇങ്ങനെ പകലല്ലേ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ വലിയ ശല്യമില്ലായിരുന്നു. ഇങ്ങോട്ട് ഇപ്പൊ തുടങ്ങി പറമ്പിലുണ്ട്, പക്ഷെ വെളിമ്പ്രദേശത്തൊക്കെ ഇറങ്ങിയില്ലായിരുന്നു. എന്റെ പറമ്പിലൊക്കെ കളഞ്ഞു, തെങ്ങൊക്കെ കളഞ്ഞു, കവുങ്ങ് കളഞ്ഞു. പിന്നെ പറമ്പ് നശിച്ചു പോയി. ഞങ്ങൾ പോയിട്ട് കാര്യമില്ല, ഫോറസ്റ്റുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു സാധനം ഇട്ട് തരുവോ ഇല്ല. അത് കിട്ടണമെങ്കിൽ തന്നെ അവരുടെ കയ്യും കാലും പിടിക്കണം. എന്തോരം പിടിച്ചാലാ കിട്ടുക? അപ്പം അതുകൊണ്ട് ആരും മെനക്കെടുമില്ല. അപ്പം അതിന് ആരും മെനക്കെടുന്നില്ല. കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ അവരൊന്നും അറിഞ്ഞ് ചെയ്യുന്നില്ല. അറിഞ്ഞ് ചെയ്താൽ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് നഷ്ടം വന്നല്ലോ എന്തെങ്കിലും ചെയ്തിട്ട് ഇത് അവരുടെ കയ്യും കാലും പിടിച്ച് ആർക്കപ്പം ഇതിന് നേരം? ആർക്ക് നേരമുള്ള? എങ്ങനെയെങ്കിലും മനുഷ്യനൊന്നും ജീവിച്ചാൽ മതിയെന്നുണ്ടായിരുന്നു. ശാവനാടൻ വരെ, പക്ഷെ അതുവരെ സമ്മതിക്കില്ലല്ലോ. സ്വന്തം ഉണ്ടാക്കിയ മുതലുകൾ മുഴുവൻ ഒരു തെങ്ങ് എന്ന് പറഞ്ഞൊരു ഒരു വെള്ളയ്ക്ക് വരെ കിട്ടില്ല. ഞാനൊക്കെ ഇക്കൊല്ല കഴിഞ്ഞ വർഷം മുതൽ തേങ്ങ മേടിക്കാൻ തുടങ്ങിയത്. നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ തെങ്ങുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. 3-4 താന കളഞ്ഞ, പക്ഷെ എന്നാലും ഒരു വെള്ളയ്ക്ക് വരെ കിട്ടണ്ടേ. ഒറ്റ കൈക്കൊന്ന് വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോൾ ഒരെണ്ണത്തിൽ കയറിയിട്ട് ഒരു കൈക്കിടാൻ കിട്ടൂല. കുരങ്ങും മലകണ്ടാനും കയറിയിട്ട് എന്തിനു വേണ്ടിയിട്ട്? എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ പറമ്പിലൊക്കെ. അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ലെന്ന്. അയ്യോ, മലയണ്ണാൻ, കുരങ്ങ്, അത് തെങ്ങും കളയും, എല്ലാം കളയും. തേങ്ങ എന്ന് പറയുന്ന സാധനം കിട്ടുകയില്ല. ഈ റോഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കല്ലൂരിലേക്ക് പോകുന്ന റോഡാണ്. നമ്പിക്കൊല്ലിയിൽ നിന്ന് കൃത്യം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ സ്ഥലത്തിന് നമ്പിക്കൊല്ലി തന്നെ പറയുന്നത് 13 വാർഡല്ലേ? 13 കണ്ണങ്കോട് അല്ലേ? കണ്ണങ്കോട്. അപ്പോൾ അതെ, ഇവിടെ നമുക്ക് കാണാം ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള പ്രദേശമാണ്. എല്ലായിടത്തും വീടുകളുള്ള സ്ഥലങ്ങളാട്ടോ. തോട്ടം മേഖലകളൊക്കെയാണ്. വയലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെയാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു വയലിൽ ആ ഒരു വിഷ്വലിൽ നമ്മൾ കണ്ട പോലെ കാട്ടാന തിരിച്ച് കയറി പോകുന്നത്. ഈ വയലിലുള്ള ആ ഒരു പശുവിനെയൊക്കെയാണ്, ഇവിടെ കെട്ടിയിരുന്ന പശുവിനെയൊക്കെയാണ് കാട്ടാന ആക്രമിക്കാനായിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതും. ആ കാണുന്ന ആ ഒരു ഷെഡുണ്ടല്ലോ, ആ ഷെഡിൻ്റെ അപ്പുറ സൈഡിൽ കൂടെയാണ് കാട്ടാന തിരിച്ച് കയറി പോയത് കേട്ടോ. അവിടെയും ഇറങ്ങി. എവിടെയാ? അവിടെ ഇക്കരായിട്ട് കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു. ആ തെങ്ങൊക്കെ നിൽക്കുന്നിടത്ത് അവിടെ നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ഈ കണ്ടത്തിൽ വെച്ചിട്ട് പശുവിനെ മുടിച്ച് ഈ കണ്ടത്തിൽ വെച്ചല്ലേ? അങ്ങനെ പശു 2-3 ഈ കണ്ടത്തിൽ ഉണ്ട്. ഇവിടെ ഉണ്ട് ഒറ്റ വരവന്മാർ. അതാ ഇതിനകത്തുണ്ടായിരുന്നു. തട്ടിയില്ല. ഇങ്ങനെയൊന്നും കാണിച്ചപ്പോഴത്തേക്കും പശുവൊക്കെ മാറി. ഒരു ഭയങ്കര അതിശയപ്പോൾ. അല്ലെങ്കിൽ അതിനകത്ത് പശുവിനത് കിട്ടിപ്പോയി എല്ലാവരും അയ്യോ എന്ന് പറയുന്നുണ്ട്. അതിലൊരു വരവിങ്ങി വന്നിട്ട് 3 വഴിക്ക് അങ്ങ് പോയി. ഇവിടെ അങ്ങ് കയറി അവന്മാർ. ഇവിടെയാണ് കേട്ടോ നമ്മളാ വിഷ്വല്. ഇതിലേ കയറിയാ? ഇവിടെ കയറി. ഇത്ര ഹൈറ്റിനെ നോക്ക. ചവിട്ടി ഇവിടെ കയറി കണ്ടോ? ഇങ്ങനെ വന്നല്ലേ? 3 വന്നേച്ച് ഇതിലേ കയറി. ഇതിൽ കയറുമ്പോ അവിടെ ആരാണ്ട് നിപ്പുണ്ടായിരുന്നു. ആ മാമനെ തന്നെയാ കാണുന്നത്. വെറുതെ അല്ല. പക്ഷെ ഫോറസ്റ്റുകാരല്ലോ ഇവിടെ ഉണ്ട് കേട്ടോ. ഫോറസ്റ്റുകാർ തൊട്ട് പുറകുണ്ട്. ഇവിടെയൊക്കെ തെന്നിയിട്ടുണ്ടല്ലേ? അവർക്ക് ഒരു പേടിയില്ല. 2 എതിരെ അങ്ങ് പോയി. 3 എതിരെ കയറി. റോട്ടിൽ കൂടെ പോയേ? അപ്പുറത്തെ വീടില്ല, അതിന്റെ മുറ്റത്ത് കൂടി വരണം. 1 ഇങ്ങോട്ട് വരി, 2 നേരെ മുകളിലേക്കും പോയി. രാത്രി ഈ കുന്നേക്കടെ വന്നേച്ച് പോവാന്നല്ലാണ്ട് വയലിങ്ങനെ ഇറങ്ങിയത് ആദ്യമായിട്ടോ. ഇതിപ്പോ പകലല്ലേ, ഇന്ന് ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. ഞാൻ പറഞ്ഞില്ല, കന്നാലിനെ കൊണ്ടുപോകാൻ നന്നായി. കുടുങ്ങിയെന്ന് പറഞ്ഞ ഏതിലെ കൊച്ചനെ കുടിക്കലും ഓടാൻ പറ്റൂ. അതായത് വലിയ പ്രായമുള്ള ആനയൊന്നും അല്ല. അല്ലല്ല, 10-20 3 കൊമ്പനാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കൊമ്പൻ ഇച്ചിരി വലിപ്പമുണ്ട്. മറ്റന്മാരൊക്കെ ചെറുപ്പാ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എന്റെ പേര് നഞ്ചുണ്ടൻ. ഇങ്ങനെ ആനയൊക്കെ ഇറങ്ങി ആന പറമ്പിലൊക്കെ എപ്പോഴും രാത്രി വരും. ഇന്നാൾ മാത്രം പകൽ ഇവിടെ
വയലിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. പകലിറങ്ങുന്ന ആദ്യമായിട്ടാണ് പകലൊക്കെ കാണുന്നത്. അത് 10 മണി സമയം വരെ വയലിൽ തന്നെ ഓടിച്ചു വിട്ടില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. ഓടിച്ചില്ലെങ്കിൽ ഫോറസ്റ്റുകാർ വന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ ആയതുകൊണ്ട് ഓടിപ്പോയത്. അല്ലെങ്കിൽ കൊളങ്കുന്നിൽ തന്നെ കൂടും. അവിടെ തന്നെ നിൽക്കൂലേ? ചേട്ടനൊക്കെ എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ താമസിക്കാൻ എന്തുകൊണ്ട് 10-60 വർഷം ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണ്. ഇവിടെ തന്നെയാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പൊ പുതുമയുള്ള പരിപാടിയല്ലേ? പുതുമ. ഞങ്ങൾ രാവിലെ കടയിലെല്ലാം ചായ കുടിച്ചോണ്ടിരിക്കുക. അങ്ങനെ ചായ കുടി കഴിഞ്ഞപ്പോഴത്തേക്ക് കരുനാളിനെ ആൾക്കാർ വിളിച്ചു, ഇതാ വയലിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തമാശയാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോ ആനയുണ്ട് വയലിൽ 3 എണ്ണം. അത് കഴിഞ്ഞ് ഫോറസ്റ്റുകാർ വിളിച്ചവര്. ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിച്ച് അതിനിങ്ങോട്ട് ഓടിച്ചു വിട്ടേ. അന്ന് ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ആക്കിയായിരുന്നോ? റോഡ് ബ്ലോക്ക് ആയിരുന്നു. നമ്പിക്കൊല്ലിന്ന് വാഹനം ഇങ്ങോട്ടും ഇല്ല, കല്ലൂരിൽ നിന്ന് ഇങ്ങോട്ടും വരില്ലേ. കണ്ണങ്കോട് വരെ വരും, അവിടെ നിർത്തും. പിന്നെ ആന ഓടി പോയി കഴിഞ്ഞിട്ടാണ് തുറന്നത്. ഇപ്പം നമ്മളെന്തായാലും ആ കുഞ്ഞുമോൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ചേട്ടൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ട് നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ആ ഒരു കാട്ടാന ഇറങ്ങിയ പ്രദേശം കാണുക എന്നുള്ളത് തന്നെയായിരുന്നു. കാട്ടാന ഇറങ്ങിയ ആ വിഷ്വലൊക്കെ ഭയങ്കര വൈറലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര വൈറലായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രദേശത്ത് എന്താ സംഭവിച്ചത് എന്ന് നേരിട്ടൊന്ന് അറിയാനായിട്ടാണ് നമ്മൾ വന്നത്. വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച ഇതാണ്. ഇതുപോലെ തന്നെ കൃഷി നശിച്ച കാര്യങ്ങളൊന്നും ആർക്കും അന്വേഷിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും കാട്ടാനയുടെ പടം കണ്ടാൽ മതി, കാട്ടാനേനെ കണ്ടാൽ മതി. അപ്പോൾ അതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞത്, അതുകൊണ്ട് കർഷകർക്ക് എന്ത് ഉപദ്രവം വന്നു എന്നുള്ളതും കൂടെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്